Hi guys, welcome to another vlog. Call me Flash is here with a new review. നമ്മളിന്ന് വന്നേക്കുന്നത് ഫൂജി XM5യുടെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയായിരുന്നു ഫോർട്ട് കൊച്ചിയിൽ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആസ് ഓൾവേസ് മഴ വീണ്ടും ചതിച്ചു ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു കുട വാങ്ങിച്ചു. കുട പിടിച്ചിട്ടെങ്കിലും ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഒരു ക്യാമറ കുട ഒരു സൈഡിൽ കൈ പിടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് ഭയങ്കര പാടാണ് ഗൈസ്. എൻ്റെ 350 രൂപ പോയി ഗൈസ് എന്നെ പറ്റിച്ച്. മറ്റേ ആവശ്യക്കാരൻ്റെ എന്തോ പറയുമല്ലോ, അതിൻ്റെ അത് യൂട്ടിലൈസ് ചെയ്തിട്ട് ഈ കുടയ്ക്ക് 350 രൂപ വാങ്ങിച്ച് എടുത്താൻ പറ്റിച്ച്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറയുടെ റിവ്യൂ ഫ്യൂജിയുടെ ക്യാമറയാണ് കഴിച്ചത്. ഞാൻ ഫ്യൂജി അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സാധനം ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. 26.1 മെഗാ പിക്സലാണ് സാധനം. ക്രോപ്പ് സെൻസറാണ്, അപ്പോൾ ഫുൾ ഫ്രെയിം അല്ല. അപ്പം മാത്രമല്ല എൻ്റെ ഇതിൽ കിടക്കുന്ന ലെൻസ് 35mm ആണ്, അതും മറ്റേ TT ആർട്ടിസൻ്റെ. സോ അപ്പോൾ ആ ഫ്യൂജിയുടെ ലൈക്ക് പ്രോപ്പർ ഒറിജിനൽ ലെൻസ് യൂസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതില്ല, കുറച്ച് സോഫ്റ്റാണ് ഈ ലെൻസ് കിട്ടുന്നത്, നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഫുൾ റിവ്യൂ പ്രോപ്പർ ഇതായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഈ ലെൻസിൻ്റെ റിവ്യൂ ആയിട്ടും കൂടെ വേണമെങ്കിൽ കാണാം ഇതിൽ നിന്ന് വരുന്ന ഔട്ട്. പിന്നെ ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കുറേ ഫിലിം സിമുലേഷൻ ഫിൽറ്റർ പോലത്തെ സാധനങ്ങളുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ USP. ഇത് വിറ്റ് പോകുന്നത് അതുകൊണ്ടാണ് കേസ്. അപ്പം പല ടൈപ്പ് ടോൺ ഇട്ടിട്ട് നമുക്ക് നൈറ്റ് ആണെങ്കിൽ നൈറ്റിന് വേണ്ടിയുള്ള ഫിൽറ്റർ, പകലാണെങ്കിൽ വാം ഫിൽറ്റർ ആണെങ്കിൽ വാം, കൂളാണെങ്കിൽ കൂൾ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈലിൽ നമുക്ക് സാധനം ചെയ്ത് ഫോട്ടോ എടുക്കാം. സംഭവം ലൈറ്റ് വെയ്റ്റ് ആണ് ഒരു വിധം നോക്കി. പക്ഷേ 2 കൈ വേണം കേസ്. നമ്മളത് ഫോക്കസ് ചെയ്യാൻ നമ്മളത് ഇങ്ങനെ പിടിക്കണം, മനസ്സിലായില്ലേ? ഇപ്പോൾ കുടയൊക്കെ വരും അതുപോലെ. അപ്പോൾ അതിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഈ ടച്ചിൽ പിടിച്ച് കറക്റ്റ് അത് ഷാർപ്പാണ്. കുറച്ചൊരു ഫോക്കസിങ് ഇഷ്യൂ ഉണ്ട് ഈ ക്യാമറയ്ക്ക്. ലൈക്ക് ഭയങ്കര ഫാസ്റ്റ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ലെൻസിൻ്റെ കുഴപ്പമാവാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഫ്യൂജി നോൺ ലെൻസ് വല്ലതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നല്ല ഫാസ്റ്റ് ആയിരിക്കും, കുറച്ചുകൂടെ നല്ല ഫാസ്റ്റ് ലെൻസ് ആണെങ്കിൽ. വലിയ കുഴപ്പമില്ല ഗൈസ്. എടുത്ത് കുറച്ച് പടം നമുക്ക് ഇരുട്ടത്ത് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ വേണമെങ്കിൽ അതിൻ്റെ ഔട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത്, മനസ്സിലായില്ലേ? സോ ഇത് ഇപ്പം നമുക്ക് ഇവിടെ ഈ ഒരു സ്പോട്ടിലുള്ളത് ഇത്രയും പറയാം. ബാക്കി നമുക്ക് അങ്ങോട്ട് നടന്ന് സംസാരിക്കാം വേറൊരു സ്പോട്ടിൽ പോയിട്ട്. ഓക്കെ, ബൈ ഗൈസ്. നമ്മളങ്ങനെ ഫോർട്ട് കൊച്ചിയുടെ ഹാർബർ ഭാഗത്തോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ കുറച്ച് നേരം ഇവിടെയും കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും. ബിക്കോസ് അടുത്ത മഴയ്ക്ക് മുമ്പേ നമ്മൾ വീട് പിടിക്കണം, അല്ലെങ്കിൽ എല്ലാം നനഞ്ഞ് കുളിക്കും ഗൈസ്. കമോൺ, ഇനി ഞാൻ കാണാൻ പോകുന്നത് ഞാൻ കുറച്ച് ഷോട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുക്കുന്ന പരിപാടിയാണ് ഗൈസ്. കമോൺ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൺട്രോൾസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. വലിയ കൈയുള്ളവർക്ക് ഈ സാധനം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് കൊണ്ട് നടക്കാൻ നമുക്ക് തോന്നുന്നത് ചെറുതാണെന്ന്. ആ ചെറുതാണെന്നുള്ളതിൻ്റെ പോലെ ഈക്വൽ ഇഷ്യൂ ആണ് നമ്മൾ ഇതിൻ്റെ ഓരോരോ ബട്ടൺസ് നമ്മൾ എടുക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക, അതിട്ട് മാനുവർ ചെയ്യാൻ നല്ല രീതിയിൽ പാടാണ് ഗൈസ് ഈ സാധനം. സെയിം സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബട്ടൺ കണ്ട്, ഈ ഡയലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എഫ് സ്റ്റോപ്പ്, ISO, ഫിലിം സെലക്ഷൻ, ഇതെല്ലാം കൂടെ സെലക്ട് ചെയ്യാൻ ഒറ്റ ബട്ടൺ. പിന്നെ ഇവിടെ ഇതാണ് ഷട്ടർ ബട്ടൺ. ഇതിങ്ങനെ കൺട്രോൾ ചെയ്യണം, ഇതിങ്ങനെ മാറ്റണം. കുറച്ച് ഇത്തിരി പാടാണ് ഗൈസ്. ചിലപ്പോൾ ഫ്യൂജി യൂസ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അവർ യൂസ് ടു ആയിരിക്കും ഈ ഒരു കൺട്രോൾ സിസ്റ്റത്തിൽ, മനസ്സിലായില്ലേ? പിന്നെ ഞാൻ പറഞ്ഞില്ല, മെയിൻലി ഈ ഒരു സിമുലേഷൻ ഫിലിം റെസിപ്പീസ് ഈ ഒരു ഡയലിലാണ് മൊത്തം ഇട്ടേക്കുന്നത്. നിറച്ചും ഫിലിം റെസിപ്പീസ് ഉണ്ട്. നമ്മളത് സെലക്ട് ചെയ്തിട്ട് എടുക്കുക, ആ ഒരു ഫിൽറ്റർ ഇട്ട എഫക്റ്റ് നമുക്ക് കിട്ടും. അത്രേ ഉള്ളൂ ഇതൊരു സംഭവം. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേസ്. ആ ഫിലിം ഇട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതൊരു നൈസ് ആണെന്നുള്ള സംഭവം വരും. പക്ഷേ ഒത്തിരി ഗ്രെയിൻസും അതൊക്കെ നമ്മൾ റെസിപ്പി ആഡ് ചെയ്യുമ്പം ഗ്രെയിനി ആയിട്ടുള്ള റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കുമ്പോൾ ഭയങ്കര പ്രോസസ്സിങ് ടൈമാണ്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ലോഡ് ചെയ്ത്, അപ്പം നമുക്കൊരു മൊമെൻ്റ് എടുക്കാനായിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം, ഇതൊന്ന് ലോഡായിട്ട് അടുത്ത ഷോട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ഡിലേയും വരുന്നുണ്ട് ഈ സാധനത്തിൽ. അപ്പം റെസിപ്പി ഇടുമ്പോൾ അത് നിങ്ങൾ സൂക്ഷിക്കണം. ഒന്നെങ്കിൽ ജനറൽ ഇതിൻ്റെ അകത്തുള്ള തന്നെ ഇൻബിൽട്ട് ആയിട്ടുള്ള റെസിപ്പി യൂസ് ചെയ്ത് ചെയ്യുക. കസ്റ്റമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ചെറിയ ലോഡിങ് ടൈം വരും. അത് നമ്മൾ അതനുസരിച്ച് വേണം പ്ലാൻ ചെയ്ത് പിക്ചേഴ്സ് എടുക്കാൻ, കേട്ടല്ലോ. അപ്പോൾ ഇതാണ് മെയിൻലി ഇപ്പോഴത്തെ ഉള്ളൊരു ഫസ്റ്റ് ടൈം യൂസ് എന്നുള്ള രീതിയിലുള്ള സംഭവം. സിമുലേഷൻ മാറ്റുമ്പോൾ വേറൊന്നും തന്നെ നമ്മൾ കൈ കയറി ഈ ടച്ചിൽ തട്ടും. അപ്പം ആ ടച്ചിൽ ഏത് ഫംഗ്ഷനാണ് കിടക്കണേന്നുള്ളത് നോക്കണം. ടച്ച് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യാപ്ചർ ചെയ്യണ സംഭവം കാണും. അപ്പോൾ ആ AF ഓഫ് ആക്കണം, മനസ്സിലായില്ലേ? അപ്പം
ആ ഒരു വൺ ടച്ച് ലൈക്ക് ഇതിൽ തന്നെ നമ്മൾ ലൈക്ക് ഫോക്കസ് പോയിന്റ് യൂസ് ചെയ്തെടുക്കാൻ നോക്കുക. ടച്ചിൻ്റെ അത് നമ്മളിപ്പോൾ വ്യൂ ഫൈൻഡർ നോക്കിയിട്ടല്ല, ഈ ഡിസ്പ്ലേ നോക്കിയിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നൈസായിരിക്കും. നമ്മളൊക്കെ ഒരു മിറർലെസ് യൂസ് ചെയ്യുന്നതല്ല, അതിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് എടുക്കാമെന്നുള്ള സെറ്റപ്പും ഉണ്ട്. അപ്പം ചിലപ്പോൾ അത് ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും, ചിലപ്പോൾ അത് അഡ്വാൻറ്റേജ് ആയിരിക്കും. നിങ്ങളുടെ ഇതുപോലെ ഇരിക്കും ഗൈസ്. അപ്പം എനിക്കത് പക്ഷേ ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് തോന്നുന്നത്. എന്നാൽ കുറച്ചുകൂടെ അത് യൂസ്ഡ് ആവണം ഈ സാധനം, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. ബട്ട് ഓവറോൾ നൈസാണ് ഗൈസ്. ഈ ഒരു വിലയ്ക്ക് ഇറ്റ്സ് ഗുഡ്. നമുക്ക് ഇത് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു വെയിറ്റ്, ബോഡിയുടെ ഈ ഒരു ഡയമെൻഷൻസും സംഭവം വെയിറ്റൊക്കെ കാണുവാണ് മെയിൻലി ആൾക്കാർ ഇതും പോകുന്നത്. ലൈറ്റ് വെയിറ്റ് ക്യാമറ ആണല്ലോ. അതിന് വേറൊരു ഇതൊന്നും എനിക്ക് തോന്നുന്നു ഗേൾസിന് ഇത് നല്ല ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. നോക്കിയ സൈസ് നോക്കിയോ, വെരി സ്മോൾ ആൻഡ് ക്യൂട്ട്, മനസ്സിലായല്ലേ? പിന്നെ ഇത് കുറച്ച് ആക്സസറീസ് ഒക്കെ കിട്ടും നമുക്കിങ്ങനെ കൊണ്ട് നടക്കാനായിട്ടും. ഈ റെഡ് ബട്ടണും പിന്നെ ഇങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഒരു ഫാഷൻ സ്റ്റേറ്റ്മെൻറ്റ് പോലെ കൊണ്ട് നടക്കാൻ നമുക്ക് അത്യാവശ്യം ഭയങ്കരമായിട്ട് ലുക്ക് ടേൺ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു ഹെഡ് ടേണർ സാധനമാണ് ഈ സംഭവം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗേൾസ് ചെക്ക് ഇറ്റ് ഔട്ട്. നൈസ് സാധനം. ഇത്രയും സ്മോൾ പക്ഷേ നല്ല പവർഫുള്ളാണ്. അത്യാവശ്യം ഫ്യൂജിയുടെ ആ ഒരു ക്വാളിറ്റിയും കിട്ടും നിങ്ങൾക്ക്. എന്നാൽ നിങ്ങൾക്ക് അധികം പോർട്ടബിളാണ്, മനസ്സിലായില്ല? ഒരുപാട് ഹെവി ആയിട്ടുള്ള DSLR ചുമന്നുകൊണ്ട് നടക്കണ്ട. നിങ്ങളിപ്പോൾ ഒരു ഹോബി കൈൻഡ് ഓഫ് ആളാണെന്നുണ്ടെങ്കിൽ ആണുങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഈ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാർക്ക് എന്തായാലും ഹെവി ക്യാമറയോടായിരിക്കും ഇഷ്ടം, കുറച്ചുകൂടെ വലിയ പ്രോസസ്സിങ് സംഭവം എല്ലാം കൂടെ. ഇപ്പം സ്മോൾ സൈസിൽ നോക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ദിസ് ഈസ് മച്ച് ബെറ്റർ. ഒത്തിരി ലൈറ്റ് വെയിറ്റ് ഒന്നും ഞാൻ പറയൂല, അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഈ സാധനത്തിന്, മനസ്സിലായല്ലേ? സോ ഗിവ് ഇറ്റ് എ ട്രൈ ഗൈസ്. ബൈ. ഓക്കെ ഗൈസ്, ഇപ്പം ഇത് ഫ്യൂജിയുടെ വ്ളോഗ് മോഡ് ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വ്ളോഗ് 4K 60 വരെ പോകും. അത് പക്ഷേ ക്രോപ്ഡ് സെൻസറാണ്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ നോക്കാം അങ്ങനെ ഉണ്ടെന്ന്. സോ ബേസിക്കലി ഈ ചെറിയൊരു ഫോം ഫാക്ടറിൽ ഒരു വ്ളോഗിങ് ക്യാമറ വേണമെന്നുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ ഫോട്ടോഗ്രാഫിയും കൂടെ ഉള്ളതുകൊണ്ട് ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിൾ ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടാവും ക്വാളിറ്റി. ഇപ്പോൾ ലോ ലൈറ്റും ആണ്, പിന്നെ സൗണ്ടിൻ്റെ ക്വാളിറ്റിയും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതൊന്നും നോക്കാം. അപ്പോൾ ലെറ്റ്സ് സീ ഗൈസ്, നോക്കാം. ബൈ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇതിൻ്റെ റിവ്യൂ ഏകദേശം കഴിഞ്ഞു. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ ലോ ലൈറ്റിലെ ഫോട്ടോസാണ് നമ്മൾ ഇന്നലെ എടുത്തത്. അപ്പം അതിൻ്റെ ഫുട്ടേജ്, അതിൻ്റെ സാമ്പിൾസ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ കുറച്ച് ഡേ ടൈമിൽ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അതും ഫോർട്ട് കൊച്ചി തന്നെയായിരുന്നു ചെയ്തത്. ഓൾ ടൈം റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൺട്രോൾസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് പണിയാണ്. ലൈക്ക് ഈ ISOയുടെയും Fൻ്റെയും ബട്ടൺ ഒറ്റ ഇതാണ്. ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് മാറ്റി ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ഒറ്റയടിക്ക് നമുക്ക് ഫാസ്റ്റായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും അതൊക്കെ കുറച്ച് പാടാണ്. അപ്പോൾ ഇതൊരു ഹോബിയിസ്റ്റ് ആൾക്കാർക്ക് നൈസാണ് സംഭവം യൂസ് ചെയ്യാനായിട്ട്, മനസ്സിലായില്ലേ? ഹോബി ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ട്രാവലിനൊക്കെ കൊണ്ടുപോകാനായിട്ട് ബെസ്റ്റ് സംഭവമാണ്. പക്ഷെ പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് സാധനം എടുക്കണമല്ല. അപ്പോൾ ഈ ഫിൽറ്ററും സാധനങ്ങളും എല്ലാം മാറ്റുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് ടൈം ലാഗ് ഉണ്ട്. അപ്പോൾ അത് ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ടച്ചിൻ്റെ അത് നമ്മൾ ഓഫാക്കി വെക്കേണ്ടി വരും. ബിക്കോസ് ഇല്ലെങ്കിൽ ഇത് ടച്ച് ഓഫാക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് പറയാം. ബിക്കോസ് അപ്പം അങ്ങനെയാണ്. അപ്പം തിങ് ഈസ്, ഈ ടച്ചിൻ്റെ സാധനം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൈ അറിയാതെ കയറി തട്ടി ഫോക്കസ് ആവുന്നത് സംഭവം മാറ്റാൻ പറ്റും. അല്ലാതെ ഫോക്കസിങ് കുറച്ച് സ്ലോ ആണ്. അപ്പോൾ ഇതിൽ ഈ ഫിലിം സിമുലേഷൻ സാധനം ഇടുമ്പം നല്ല രീതിയിൽ പ്രോസസ്സിങ് ടൈമുണ്ട്. പ്രത്യേകിച്ച് ഗ്രെയിൻസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അല്ലേ. അപ്പം ആ ഒരു നൈസായിട്ട് സ്ലോ ആവുന്നുണ്ട്. അപ്പം പ്രോസസ്സ് നല്ല രീതിയിൽ അത്ര സ്മൂത്തല്ല സംഭവം, മനസ്സിലായില്ലേ? നമ്മൾ ആ ഒരു സ്ലോയിങ് ഡൗൺ ഉണ്ട്. ഈ സാധനം വെച്ചിട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രോ ലെവലിൽ നമുക്ക് എന്തായാലും വിചാരിക്കേണ്ട, കുറച്ചൊക്കെ നമുക്കൊരു ഡിലേ വരും. ഇത് യൂസ് ടു ആവണം നല്ല രീതിയിൽ. കുറേ ഷൂട്ട് ചെയ്ത് വരുമ്പോൾ മാത്രമേ നമുക്കിത് പക്കായിട്ട് ഭയങ്കര എഫേർട്ട്ലെസ്ലി ട്രാവലിനൊക്കെ കൊണ്ടിറങ്ങി ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റേ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരുന്ന് കംപ്ലീറ്റ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഫാസ്റ്റായിട്ട് കുറച്ച് പാടാണ്. ഫ്യൂജി ഞാൻ കാനണിൽ നിന്ന് വന്നുകൊണ്ടാവാനും ചാൻസ് ഉണ്ട്. അത് ആദ്യമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ഫ്യൂജിയുടെ ഈ സിസ്റ്റം. പക്ഷെ കുഴപ്പമില്ല ഗൈസ്, ഓവറോൾ നല്ല വെയ്റ്റ്ലെസ് പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രാവൽ ക്യാമറ ആയിട്ട് യൂസ് ചെയ്യാം നിങ്ങൾക്ക്. പിന്നെ ഈ ലെൻസും സത്യം പറഞ്ഞാൽ TT ആർട്ടിസൻ്റെയാണ്, ഫ്യൂജിയുടെ അല്ല. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഫ്യൂജി ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഫാസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പ്രോപ്പറായിട്ടുള്ള ആ ഒരു ഇമേജ് ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റും.
ബാക്കി കുഴപ്പമില്ല ഗൈസ്. പിന്നെ ഈ ഒരു സാധനം നാവിഗേറ്റ് ചെയ്യാൻ നല്ല പാടാണ്. ഈ ഡയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ട്വിസ്റ്റ് ചെയ്ത് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും എല്ലാം കുറേ പണിയാണ്. പെട്ടെന്നൊക്കെ ഉള്ളവർക്ക് മനസ്സിലാവില്ല ഈ സാധനം, മനസ്സിലായില്ല. ഇപ്പോൾ ഫ്യൂജി യൂസ് ചെയ്തിട്ടുള്ളവർക്ക് ഈസിയാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്. ഇപ്പോൾ കാനണിൽ നിന്ന് വരുമ്പോൾ എനിക്കാണെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ ഇതെല്ലാം കൂടെ ഇട്ട് തിരികെ ട്വീക്ക് ചെയ്താൽ മാത്രമേ ഇത് കറക്റ്റ് ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. സോ അങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ട്. അല്ലാതെ സീനില്ല, നമുക്കിങ്ങനെ ഇത് കൊണ്ട് നടക്കാം. കാണുന്നിടത്ത് കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്ത് പോവാം. ഇവിടെ വന്ന് നിന്നതോടെ കൂടിയ വഴി മറ്റേ ട്രാഫിക്കിൻ്റെ നടുക്കാണ് കേസ് നമ്മൾ റിവ്യൂ പറയാൻ വേണ്ടി നിന്നത്. ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ട് കണ്ട് അട്രാക്റ്റഡ് ആയിട്ട് നമ്മൾ വന്ന് നിന്നതാണ്. അപ്പോൾ ഇതാണ് കേസ് റിവ്യൂ. ഇതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയയ്ക്കുക, ഞാൻ പറഞ്ഞുതരാം. ഇഫ് എനിത്തിങ് ഇമേജ് സാമ്പിൾസ് എന്തായാലും ഇത് ശേഷം ഇടുന്നതായിരിക്കും കേട്ടോടാ. ഇത് കഴിഞ്ഞിട്ടിട്ടാൽ മതി. ഓക്കെ സെറ്റ്. അപ്പം ഓക്കെ ഗൈസ്, ടാറ്റ. ഇത് അത്രയേ ഉള്ളൂ ഫ്യൂജി XM5യുടെ റിവ്യൂ. ഇനി അടുത്ത ഫ്യൂജി XHAF കിട്ടുമെന്ന് നോക്കാം. അതാണ് എനിക്ക് കുറച്ച് ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു സംഭവം, അതാണ് XHAF. അത് കിട്ടുമെന്ന് നോക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ ശരി, ബൈ, ടേക്ക് കെയർ.